ഹലോ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട ചില വർഷങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ഫസ്റ്റ് വൺ, ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ച് 1930 നടന്നത്. ദണ്ഡി മാർച്ച് 1930 നടന്നത്. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നികുതിക്കെതിരെയും ഉപ്പ് ഉൽപാദനത്തിലുള്ള അവരുടെ കുത്തകയ്ക്കുമെതിരെ 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി വരെ 24 ദിവസം നീണ്ടുനിന്ന ഒരു അഹിംസാത്മക നിയമലംഘന പ്രസ്ഥാനമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന ദണ്ഡി മാർച്ച്. സെക്കൻഡ് വൺ, ഇർവിൻ ഉടമ്പടി. ഇർവിൻ ഉടമ്പടി എന്ന ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5 മഹാത്മാഗാന്ധിയും അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ഇർവിനും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ്. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാനും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഗാന്ധിജി സമ്മതിച്ചതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് സർക്കാർ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാനും ഉപ്പ് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുവാനും തീരുമാനിച്ചു. തേർഡ് വൺ, ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ 1940 നിലവിൽ വന്നത്. ഓഗസ്റ്റ് ഓഫർ 1940 നിലവിൽ വന്നത്. 1940 ബ്രിട്ടീഷ് ഇന്ത്യ വൈസ്രോയി ആയിരുന്ന ലോർഡ് ലിൻലിത്ഗോ അവതരിപ്പിച്ച ഓഗസ്റ്റ് ഓഫർ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ പിന്തുണ നേടാനുള്ള ഒരു ശ്രമമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ജനത ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. ഫോർത്ത് വൺ, ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ 1942 നിലവിൽ വന്നത്. ക്രിപ്സ് മിഷൻ 1942 നിലവിൽ വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യൻ പിന്തുണ ഉറപ്പാക്കാൻ 1942 മാർച്ചിൽ ബ്രിട്ടീഷുകാരനായ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലേക്ക് അയച്ച സംഘമാണ് ക്രിപ്സ് മിഷൻ. യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവിയും അതിനായി ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും ഉൾപ്പെടുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കാനും പ്ലാൻ ചെയ്തതാണ് ഈ പദ്ധതി. യഥാർത്ഥ അധികാര കൈമാറ്റമല്ലാത്തതിനാലും പാകിസ്ഥാൻ രൂപീകരണത്തിനുള്ള വ്യവസ്ഥകളില്ലാത്തതിനാലും 1942 പ്ലാൻ ചെയ്ത ഈ പദ്ധതിയിൽ ഈ ദൗത്യം പരാജയപ്പെട്ടു. ഫിഫ്ത്ത് വൺ, ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഉയർത്തി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ 1942 ഓഗസ്റ്റ് 8 മഹാത്മാഗാന്ധി ആരംഭിച്ച സുപ്രധാന കോളനി വിരുദ്ധ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന ഭാരത് ചോഡോ ആന്തോളൻ. ഓഗസ്റ്റ് ക്രാന്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നതും ക്വിറ്റ് ഇന്ത്യ സമരമാണ്. സിക്സ്ത് വൺ, മൗണ്ട് ബാറ്റൻ പ്ലാൻ. മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947 നിലവിൽ വന്നത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ 1947 നിലവിൽ വന്നത്. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന ജൂൺ 3 പ്ലാൻ 1947 ജൂൺ 3 പ്രഖ്യാപിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. ഇത് ഇന്ത്യയെയും പാകിസ്ഥാനെയും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കുന്നതിനും നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള അവസരമൊരുക്കുകയും സ്വന്തം ഭരണഘടന തയ്യാറാക്കുന്നതിനുള്ള അവകാശം ഓരോ രാജ്യത്തിനും നൽകുകയും ചെയ്തു. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്.